Hi students, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോമൺ എമിറ്റർ, എന്താണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ വർക്കിങ്ങും സർക്യൂട്ട് ഡയഗ്രാമെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മളിത് പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ആംപ്ലിഫയർ എന്നറിഞ്ഞിരിക്കണം. വാട്ട് യു മീൻ ബൈ ആംപ്ലിഫയർ? ഓക്കെ, ആംപ്ലിഫയർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മളൊരു ഇൻപുട്ടിൽ ഒരു വീക്ക് സിഗ്നൽ, ഓക്കെ, ഒരു വീക്ക് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ലാർജ് ഔട്ട്പുട്ടായിരിക്കും ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതാണ് ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ വി ആർ ഗിവിങ് ആൻ weak input signal we are getting an amplified output signal. That is the basic principle of the amplifier. Okay, then നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കോമൺ എമിറ്റർ അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയാൻ കാര്യം, ഇവിടെ നമുക്ക് അറിയാം, ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ആംപ്ലിഫയറിന് ഇപ്പോൾ നമ്മൾ മൾട്ടി ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ഒരു മോർ ദാൻ 2 അല്ലെങ്കിൽ 1 ആംപ്ലിഫയർ കണക്ഷൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓവറോൾ ഗെയിൻ കൂടുതലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഗെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വളരെ ലാർജ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തുവാ ഔട്ട്പുട്ട്, നമുക്കൊരു ആംപ്ലിഫയർ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ്, ഇപ്പോൾ ഒരു രണ്ട് ആംപ്ലിഫയർ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഒന്നിൻ്റെ ഗെയിൻ എന്ന് വെച്ചാൽ 10ഉം സെക്കൻഡ് വണ്ണിൻ്റെ ഗെയിൻ എന്ന് വെച്ചാൽ 20 ആണെങ്കിൽ ഇത് ഓവറോൾ ഗെയിൻ എന്തായിരിക്കും, 200 ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇൻഡിവിജ്വൽ ആയിരുന്നെങ്കിൽ അത് 10ഉം 20ഉം ആയിരുന്നു. പക്ഷേ അത് രണ്ടും കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു മൾട്ടി സ്റ്റേജ്, ഓക്കെ, മൾട്ടി സ്റ്റേജ് എന്നാൽ അതിൻ്റെ നെയിം ഇംപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 1 or more than 1 or 2 ആംപ്ലിഫയേഴ്സ് കണക്ഷൻ വരുന്നതാണ് മൾട്ടി സ്റ്റേജ്. അപ്പോൾ ഞാനങ്ങനെ 2 ആംപ്ലിഫയേഴ്സ് കണക്ട് ചെയ്തപ്പം എനിക്ക് എന്തായി, ആ ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയി. അപ്പോൾ നമുക്ക് എന്തായി, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നു. അപ്പം നമ്മൾ കൂടുതലും മൾട്ടി സ്റ്റേജസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയാൻ കാര്യം. ഓക്കെ, A resistance capacitance coupled amplifier is basically a multi-stage amplifier circuit extensively used in electronic circuit. അപ്പോൾ ഇതാണ് ഞാനൊരു ജസ്റ്റ് ഒരു ബേസിക് സർക്യൂട്ട് ഡയഗ്രം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഇതൊരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്, ഇതും ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, ആ ഒരു 2 ആംപ്ലിഫയർ സ്റ്റേജസിനെ നമ്മൾ എന്തായി കപ്പിൾ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, യൂസിങ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ നെയിം വന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ ആ മൾട്ടി സ്റ്റേജസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓവറോൾ ഗെയിൻ എന്താവും, ഇൻക്രീസ് ആവും. ഇനി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, here the individual stages of the amplifiers are connected together using a resistor capacitor combination, due to which it bears its name as RC coupled. Cascading of individual amplifier stages increases the gain of the overall circuit. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് സർക്യൂട്ട് ഡയഗ്രാം ഫോർ ദി RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ സർക്യൂട്ട് ഡയഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഇതിൽ നമുക്കൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്നാൽ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബേസിക് ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം, ഈ 3 കോൺഫിഗറേഷനാണ് ട്രാൻസിസ്റ്റേഴ്സിനുള്ളത്: കോമൺ ബേസ്, കോമൺ എമിറ്റർ ആൻഡ് കോമൺ കളക്ടർ. അതിൽ എമംഗ് ദ 3 കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് നമ്മൾ ആംപ്ലിഫയറിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയർ ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ കോൺഫിഗറേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് പിന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ, ഈ എമിറ്റർ, ഇതാണ് എമിറ്റർ, ഈ എമിറ്റർ എന്തായി കോമൺ ആക്കി വെച്ചു ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പം ഇൻപുട്ടിനും ഔട്ട്പുട്ടിന് ഇടയ്ക്ക് ഈ എമിറ്റർ എന്നുള്ളത് ഒരു കോമൺ ആക്കി വെക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ബേസിലും വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ, പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടർ വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ട്രാൻസിസ്റ്റർ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു പോർഷൻ, ഇത്രയും ഒരു പോർഷൻ വരുന്നത്, ഓക്കെ, അതാണ് നമ്മുടെ ബയസിങ് സർക്യൂട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ബയസിങ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബയസിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പല മെത്തേഡുണ്ട്: ഫിക്സഡ് ബയസ്, സെൽഫ് ബയസ്, വോൾട്ടേജ് ഡിവൈഡർ ബയസ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഒരു ബെസ്റ്റ് ബയസിങ് മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ വോൾട്ടേജ് ഡിവൈഡർ ബയസിൽ നമ്മുടെ കമ്പണൻസ് പറഞ്ഞാൽ റെസിസ്റ്റർ R1, റെസിസ്റ്റർ R2, കളക്ടർ റെസിസ്റ്റർ RC, എമിറ്റർ റെസിസ്റ്റൻസ് RE, എമിറ്റർ കപ്പാസിറ്റൻസ് CE, പിന്നെ ഒരു DC സപ്ലൈ VCC. ഇത്രയും ചേരുന്നതാണ് നമ്മുടെ
ഡി സി ബയസിങ് സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും പോർഷനാണ് ഡി സി ബയസിങ് സർക്യൂട്ട്സ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഡി സി ബയസിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം ആംപ്ലിഫയർ എന്തുവാ, നമ്മളൊരു വീക്ക് എ സി ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിലൊരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു എ സി ഔട്ട്പുട്ട് സിഗ്നൽ വരണം. ഓക്കെ, അപ്പം നമുക്കൊരു എ സി ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ടിൽ എ സി സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയനിലോട്ട് ബയസ് ചെയ്യണം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ആ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈഡ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ദ ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഇൻ ദി ആക്റ്റീവ് റീജിയൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ആക്റ്റീവ് റീജിയനിലോട്ട് ബയസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പം അത് ആക്റ്റീവ് റീജിയൻ നമുക്കറിയാം എങ്ങനെ, ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസും. അപ്പം ഫസ്റ്റ് ഫോർവേഡ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. ഓക്കെ, ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും, ഇതാണ് നമ്മുടെ ഒരു ആക്റ്റീവ് റീജിയൻ വരുന്നത്. അപ്പം നമ്മുടെ ഈ ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയസും ചെയ്യണം, ഈ ഒരു കളക്ടർ ബേസ് ജംഗ്ഷന് റിവേഴ്സ് ബയസും ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലോട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു VCC സപ്ലൈയും കൊടുക്കുന്നത്, റെസിസ്റ്റൻസ് R1ഉം R2ഉം RCയും REയും CE കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഗറേഷൻ, ആ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് കൊടുക്കുന്നത് മൂലം നമ്മുടെ ആ ഒരു ട്രാൻസിസ്റ്റർ നമുക്കൊരു ആക്റ്റീവ് റീജിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഡിസ്റ്റോർഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന AC ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ആക്റ്റീവ് റീജിയനിലോട്ട് ഇതിനെ ഒരു ആക്റ്റീവ് റീജിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു AC ഇൻപുട്ട് സിഗ്നൽ ഈ ഒരു ബേസ് ടെർമിനലോട്ട് അപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ വീക്ക് AC സിഗ്നൽ നമുക്കൊരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, so we can say VCC and resistors keeps transistor in active region and produces distortionless amplified output when operated as amplifier. ഇനി വരുന്ന നെക്സ്റ്റ് കമ്പോണൻസ് ആണ് CC1. ഓക്കെ, ഇതിനെ ഡിനോട്ട് ചെയ്യാൻ CC1, ഇത് CC2 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യണം. ഓക്കെ, CC2. ഓക്കെ, അപ്പോൾ ഈ CC1ഉം CC2 എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, CC1 ആൻഡ് CC2 നോൺ ആസ് കപ്ലിംഗ് ഓർ ബ്ലോക്കിംഗ് കപ്പാസിറ്റേഴ്സ്. അപ്പം എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലോക്കിംഗ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയാൻ കാരണം, ഇപ്പം ഈ ഒരു സ്റ്റേജ് നമ്മൾ മൾട്ടി സ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഈ ഔട്ട്പുട്ടിൽ കപ്പാസിറ്റൻസ് എടുക്കുക CC2. ഓക്കെ, അതപ്പോൾ നമ്മൾ മൾട്ടി സ്റ്റേജ് കോൺഫിഗറേഷൻ വരുമ്പം അതെന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിനെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യുവാണ്. ഓക്കെ, അപ്പം മൾട്ടി സ്റ്റേജിൽ ഈ കപ്പാസിറ്റേഴ്സ് ഒരു കപ്ലിംഗ് കപ്പാസിറ്റേഴ്സായിട്ട് ആക്റ്റീവ് ആണ്. ഓക്കെ, മൾട്ടി സ്റ്റേജിനെ എന്ത് ചെയ്യുന്നു, അത് കപ്പിൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് these capacitors are known as coupling capacitors since it couples from one stage to next stage in multi-stage configuration. Also it has the property of blocking DC and passing AC. ഓക്കെ, അപ്പം ഈ ഒരു കപ്പാസിറ്ററിനപ്പം കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആക്ട് ചെയ്യുന്നു ഫ്രം വൺ സ്റ്റേജ് ടു നെക്സ്റ്റ് സ്റ്റേജ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്റേഴ്സ് ബ്ലോക്കിംഗ് കപ്പാസിറ്റേഴ്സായിട്ടും ആക്ട് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റേഴ്സ് DC-നെ ബ്ലോക്ക് ചെയ്യും, AC-നെ പാസ് ചെയ്യും. അതാണ് കപ്പാസിറ്റേഴ്സ്. നമുക്കറിയാം കപ്പാസിറ്റർ റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ XC = 1/2πfc. ഇതാണ് എന്ത് റിയാക്റ്റീവ് കപ്പാസിറ്റൻസ്. ഓക്കെ, റിയാക്റ്റൻസ് ഫോർ ദ കപ്പാസിറ്റൻസ്. അപ്പം ഫോർ DCക്ക് ഫ്രീക്വൻസി എങ്ങനെയാണ്, DCക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ത് വരും, F0 ആകുമ്പോൾ ഇവിടെ F നമ്മൾ 0 സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് വരും. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഫൈനൈറ്റ് വരും. അപ്പം DC കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഫോർ ദ DC ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ഇൻപുട്ടിൽ DC വരുന്നത്, ഓക്കെ, ഇൻപുട്ടിൽ എപ്പോഴാണോ DC വരുന്നത് അപ്പോഴത്തേക്കും ഈ ഒരു കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ബ്ലോക്കിംഗ് കപ്പാസിറ്റേഴ്സ് എന്നാണ്. കാരണം അതിനെന്ത് ചെയ്യും, അത് DC ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്കിംഗ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയും. So also it has the property of blocking DC and passing AC. Since our input is AC input, we need amplified AC voltage at the output. So DC should be blocked by these capacitors CC1 and CC2. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ നമുക്ക് ആംപ്ലിഫൈഡ് ഇൻപുട്ട് എന്തോ AC സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നൊരു AC സിഗ്നലാണ്, ഒരു വീക്കായിട്ടുള്ളൊരു ഇൻപുട്ട് AC സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ വേണ്ടത്, ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് AC സിഗ്നൽ മാത്രമേ വരാവുള്ളൂ. DC സിഗ്നൽ ഒന്നും വരാൻ പാടില്ല. ഇൻപുട്ടിൽ AC സിഗ്നലിൽ ഒരു വീക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു AC സിഗ്നലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു DC വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യും, ആ DCനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സിൻസ് അവർ ഇൻപുട്ട് ഈസ്
AC input, we need an amplified AC voltage at the output. So DC should be blocked by these capacitors CC1 and CC2. Okay. അപ്പോൾ നമ്മൾ കമ്പണൻസ് ആയിട്ടുള്ളത് VCC ഡിസ്കസ് ചെയ്ത് R1, R2, RC, RE ഡിസ്കസ് ചെയ്തു, CC1, CC2 കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് കപ്പാസിറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്പണൻ്റാണ് CE. CE പറയുന്ന മറ്റൊരു പേരാണ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. എമിറ്റർ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുക, എമിറ്ററിൻ്റെ ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ എമിറ്ററിൽ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു DC പ്ലസ് AC കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പം എമിറ്ററിൽ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ DC പ്ലസ് AC കറണ്ട് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, കപ്പാസിറ്റർ ACനെ പാസ് ചെയ്യും, DCനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ DCനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ACക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും, ACക്ക് അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ACക്ക് ഫ്രീക്വൻസി എങ്ങനെ, ACക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, ഒരു ഫ്രീക്വൻസി ഇൻക്രീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാർജ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഈ റിയാക്ടൻസ് എന്ത് വരും, റിയാക്ടൻസ് പറഞ്ഞാൽ 1/∞0 ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം കപ്പാസിറ്റർ എന്താ ഷോർട്ട് സർക്യൂട്ട് ആവും. ഓക്കെ, ഫോർ ദി AC സിഗ്നൽ എന്ന് വെച്ചാൽ അതൊരു ഷോർട്ട് സർക്യൂട്ട്. അപ്പം ഇവിടെ ഒരു DCയും ACയും വരുമ്പം ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്തുകൊണ്ട് റെസിസ്റ്റൻസ് പാത്തുണ്ട്. അപ്പോൾ AC ഏത് വഴി ഫ്ലോ ചെയ്യും, AC ഫ്ലോ ചെയ്യുന്നൊരു ഷോർട്ട് സർക്യൂട്ട് പാത്തായിരിക്കും. ഓക്കെ, അപ്പം AC ഈ ഒരു പാത്ത് ഫോളോ ചെയ്യും. പിന്നെ DCക്ക് എന്താണ് ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് DC ഈ റെസിസ്റ്റൻസ് കൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ AC സിഗ്നൽ ഈ റെസിസ്റ്റൻസ് RE അക്രോസിന് ഡ്രോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ AC വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി റെസിസ്റ്റൻസ് emitter resistance RE will cause the reduction in the voltage gain of the amplifier. Okay, അപ്പം AC voltage drop across the RE എന്താണെന്ന് വെച്ചാൽ ഓക്കെ AC വോൾട്ടേജ് RE അക്രോസിന് ഡ്രോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ അത് റെഡ്യൂസ് ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു AC വോൾട്ടേജ് ഡ്രോപ്പ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ AC കറണ്ട് ഈ എമിറ്റർ റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്യാൻ പാടില്ല. പാസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ആവും. ഓക്കെ, AC വോൾട്ടേജ് ഗെയിൻ RE അക്രോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ആവും. അപ്പോൾ ഈ AC സിഗ്നൽ ഷുഡ് ബി ബൈപ്പാസ്ഡ് ടു ദ ഗ്രൗണ്ട് ത്രൂ ദി എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് എന്ത് വരും, ആ എമിറ്ററിൽ DC കറണ്ട് മാത്രമേ ഉള്ളൂ, എമിറ്റർ റെസിസ്റ്റൻസ് RE അക്രോസ് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സിൻ്റെ കമ്പണൻസ് വരുന്നത്. ഓക്കെ, so CE is also called as bypass capacitor which passes only AC while restricting DC. The coupling capacitor CC also increases the stability of the network as it blocks the DC while offers a low resistance path to the AC signals. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ഒരു AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു DC സിഗ്നൽ ഉണ്ടെങ്കിൽ അത് കപ്ലിംഗ് കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. AC സിഗ്നൽ എന്താ ഷോർട്ട് സർക്യൂട്ടായിട്ട് നമ്മുടെ എത്ര AC സിഗ്നൽ കൊടുത്താലും അത് ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാവാതെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അതുകൊണ്ട് ആ AC സിഗ്നൽ എന്താ AC സിഗ്നൽ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവുന്നതുകൊണ്ട് നമ്മൾ എത്രത്തോളം AC ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു ആ ഒരു അത്രയും സിഗ്നൽ തന്നെ ഈ ബേസ് ടെർമിനൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ടെർമിനൽ അവൈലബിൾ ആവുന്നു. പിന്നെ ആ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവുന്നതുകൊണ്ട് ഇവിടെയും വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും വരത്തില്ല. ഈ ആംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴും ഇവിടെ എന്തെങ്കിലും DC സിഗ്നൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും, DCനെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും, അപ്പോൾ ACക്ക് എന്താ അത് ഷോർട്ട് സർക്യൂട്ട് ആവുന്നുണ്ട്, DC ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും, AC ഉണ്ടെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു പ്യൂറായിട്ടുള്ള ഒരു ആംപ്ലിഫൈഡ് AC സിഗ്നലിലേക്ക് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, കോമൺ ബേസും കോമൺ കളക്ടറിനും എന്തുമായിരുന്നു, കോമൺ ബേസും കോമൺ കളക്ടറിനും 0 ഡിഗ്രിയാണ് ഫേസ് ഷിഫ്റ്റ്. പക്ഷേ കോമൺ എമിറ്ററിന് മാത്രം 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു സൈൻ വേവ് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു വീക്ക് AC സിഗ്നൽ, ഓക്കെ ഒരു വീക്കായിട്ടുള്ളൊരു സൈൻ വേവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിരിക്കും. ബട്ട് എന്തായിരിക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. പക്ഷേ എനിക്ക് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സൈൻ വേവ് തന്നെ കിട്ടുന്നു. പക്ഷേ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എനിക്കൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് അപ്പിയേഴ്സ് അറ്റ് ഇറ്റ്സ് കളക്ടർ ടെർമിനൽ വിത്ത് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു മൾട്ടി സ്റ്റേജ് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഇത് സെക്കൻഡ് സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഇൻപുട്ട് AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ
ഫസ്റ്റത്തെ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിൽ എനിക്ക് എന്തായിരിക്കും ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള ഔട്ട്പുട്ടായിരിക്കും. സെക്കൻഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വീണ്ടും ഒരു 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ഉണ്ടായിരുന്നു, പ്ലസ് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആവുന്നു. ടോട്ടൽ എന്തുവരും 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിക്ക് ഈക്വലാണ്. എന്ന് വെച്ചാൽ വേറെ ഫേസ് ഷിഫ്റ്റഡ് ഒന്നും വരുന്നില്ല, സെയിം തന്നെ ആയിരിക്കും. ഇൻപുട്ട് എന്തായിരുന്നു ആ ഒരു സെയിം ഫേസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൾട്ടി സ്റ്റേജിൽ ഓഡ് സ്റ്റേജസ് ആണെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് സ്റ്റേജസ് ആണെങ്കിൽ അതെന്തായിരിക്കും ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ നമ്പർ ഓക്കെ, ഇവിടെ ഈവൻ നമ്പറാണ് 1 2 ഈവൻ നമ്പറാണ്. ഓക്കെ, ഈവൻ നമ്പർ എന്തായിരിക്കും 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി എന്ന് പറയാം. എന്ന് വെച്ചാൽ സെയിം ഇൻപുട്ട് എന്താണോ ഫേസ് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലും, വേറെ ഫേസ് ഷിഫ്റ്റ് ഒന്നും വരത്തില്ല ഈവൻ നമ്പേഴ്സിന്. ഓഡ് നമ്പർ ആകുമ്പോൾ ഇപ്പോൾ 3 അല്ലെങ്കിൽ 1 അത് അങ്ങനത്തെ ഒരു ഓഡ് നമ്പേഴ്സിന് എന്തായിരിക്കും ഔട്ട്പുട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. പിന്നെ ഫർദർ ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ കാസ്കേഡിംഗ് ഓഫ് ഇൻഡിവിജ്വൽ ആംപ്ലിഫയർ സ്റ്റേജസ് ഇൻക്രീസസ് ദ ഗെയിൻ ഓഫ് ദ ഓവറോൾ സർക്യൂട്ട് ആസ് ദ നെറ്റ് will be product of the gain offered by the individual stages. അപ്പോൾ നമുക്ക് മൾട്ടി സ്റ്റേജസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വൽ ഗെയിൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഞാൻ ഒരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അത് ഫസ്റ്റിൻ്റെ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A1ഉം സെക്കൻഡിൻ്റെ ഗെയിൻ A2 ആണെങ്കിൽ ഓവറോൾ ഗെയിൻ എന്തുവരും, ഓവറോൾ ഗെയിൻ A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഗെയിൻ ഇൻറ്റു സെക്കൻഡ് സ്റ്റേജിൻ്റെ ഗെയിൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക്സ് ഫോർ ദി RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് വരുന്നത്. അതിൽ മൾട്ടി സ്റ്റേജ് കോൺഫിഗറേഷൻ വരുന്നു, പിന്നെ അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് ഇത് ചെയ്യുക, പിന്നെ അതിനെ ബയസ് ചെയ്യാനായിട്ട് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്, എമിറ്റർ റെസിസ്റ്റൻസ്, എമിറ്റർ കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയും. അപ്പോൾ അത് ടൈംസ് എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് AC ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസിസ്റ്ററിൽ ഒരു ബേസ് കറണ്ട് ആയിട്ടായിരിക്കും ഇൻപുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ IB ആയിട്ടായിരിക്കും ട്രാൻസിസ്റ്ററിന് ഇൻപുട്ട് ആവുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് IC. ഓക്കെ, കളക്ടർ കറണ്ട് IC ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി ഫോർ ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ IC എന്തായിരിക്കും ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ബീറ്റ ടൈംസ് IB. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട്. അപ്പോൾ IC എന്ന് പറഞ്ഞാൽ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ്. ആ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബീറ്റ ടൈംസ് IB ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്ററിൻ്റെ ഗെയിൻ ആണ്, IB എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഗെയിൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ, ദാറ്റ് ഈസ് എ ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ട്രാൻസിസ്റ്റർ നമുക്കൊരു ഗുഡ് ട്രാൻസിസ്റ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഫോർ ദ ട്രാൻസിസ്റ്റർ നോക്കാം. ഓക്കെ, ഫോർ എനി ട്രാൻസിസ്റ്റർ ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ഗുഡ് ട്രാൻസിസ്റ്റർ ഓർ നോട്ട് വി ഹാവ് ടു ഗോ ഫോർ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ഗെയിൻ. ഓക്കെ, അപ്പം ഒരു ഗ്രാഫാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്, ദ ഗ്രാഫ് ബിറ്റ്വീൻ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, ഗ്രാഫ് ബിറ്റ്വീൻ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗെയിൻ എന്തുവാ, വോൾട്ടേജ് ഗെയിൻ ആണ്. ഓക്കെ, Y ആക്സിസിൽ വോൾട്ടേജ് ഗെയിൻ ആണ്. എന്താണ് വോൾട്ടേജ് ഗെയിൻ? വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ വരുന്നത്. അതാണ് നമ്മുടെ Y ആക്സിസ് വരുന്നത്. X ആക്സിൽ നമ്മുടെ ഫ്രീക്വൻസി ടൈമാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 3 റീജിയൻസ് ഉള്ളത്. ഓക്കെ, ഇത് ഫസ്റ്റ് റീജിയൻ, ഇത് സെക്കൻഡ് റീജിയൻ, അങ്ങനെ 3rd റീജിയൻസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡ് ഫ്രീക്വൻസി റേഞ്ച്. അപ്പം ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ മിഡ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി റീജിയൻ, ഇത് ഒരു ഹൈ ഫ്രീക്വൻസി റീജിയൻ. അങ്ങനെ 3 റീജിയൻസ് ആണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഉള്ളത്. ഓക്കെ, ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഈസ് കോൺസ്റ്റന്റ് ഓവർ ദ മിഡ് ഫ്രീക്വൻസി റേഞ്ച് ഓഫ് മിഡ് ഫ്രീക്വൻസീസ് വൈൽ ഇറ്റ് ഡിക്രീസസ് കൺസിഡറബിളി ബോത്ത് അറ്റ് ദി ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസീസ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 3 റീജിയൻസ് ഉള്ളത് ഫ്രീക്വൻസി റെസ്പോൺസിൽ. അതിൽ മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ എന്തുവാ ഗെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ Y ആക്സിൽ ഗെയിൻ ആണ്. ഓക്കെ, അപ്പം മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. ലോവർ ഫ്രീക്വൻസിയിലും ഹയർ ഫ്രീക്വൻസിയിലും ഗെയിൻ എന്ത് ചെയ്യുന്നു, ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഫോർ ദി RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ഒരു മീഡിയം ഫ്രീക്വൻസിയിൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും എന്തുകൊണ്ടാണ് ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. അതൊക്കെ മുന്നേ ഒരു ടൈം കൊണ്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പം ഇവിടെ ഞാൻ 50 ഹെർട്സും 20 കിലോ ഹെർട്സും എഴുതിയിരിക്കുന്നത്. ഈ ഒരു 50 ഹെർട്സ് ഫ്രീക്വൻസിനേക്കാളും ലെസ് ദാൻ ഫ്രീക്വൻസിയാണ് എന്ത് ലോ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഓക്കെ, ലോ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. പിന്നെ 50 ഹെർട്സ് ഒരു പ്രാക്ടിക്കൽ വാല്യൂ എടുത്തിരിക്കണം. 50 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും നടക്കണം എന്ത് മിഡ് ഫ്രീക്വൻസി
റേഞ്ച് വരുന്നത്. പിന്നെ 20 kHz എബോവ് ഫ്രീക്വൻസിയാണ് എന്ത് ഹൈ ഫ്രീക്വൻസി. ഓക്കെ, ഹൈ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അങ്ങനെ 3 ഫ്രീക്വൻസി റേഞ്ചാണുള്ളത്. ഇപ്പോൾ ഞാൻ സപ്പോസ് ഈ ഒരു ഫ്രീക്വൻസിനെ ഞാൻ F1 എന്നും ഈ ഒരു ഫ്രീക്വൻസിനെ F2 എന്നും എടുക്കുകയാണെങ്കിൽ ഈ ഒരു RC കപ്പിൾ ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത് ഇതാണ്. ബാൻഡ് വിഡ്ത്ത് ഫോർ ദി ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ എപ്പോഴും നമുക്കൊരു ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ ആയിരിക്കണം ഒരു ആംപ്ലിഫയറിന് എപ്പോഴും വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ആംപ്ലിഫയറിനെ എപ്പോഴും ഈ ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ലോ ഫ്രീക്വൻസിലും ഹൈ ഫ്രീക്വൻസിലും ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ലോ ഫ്രീക്വൻസി റേഞ്ചും ഹൈ ഫ്രീക്വൻസി റേഞ്ചും നമ്മൾ യൂസ് ചെയ്യത്തില്ല ആംപ്ലിഫയറായിട്ട്. ആ ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ കോൺസ്റ്റൻറ്റ് മാക്സിമം ആണ്. ഗെയിൻ മാക്സിമം ആൻഡ് ഗെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ദ മിഡ് ഫ്രീക്വൻസി റേഞ്ച്. അതുകൊണ്ട് ഈ മിഡ് ഫ്രീക്വൻസി റേഞ്ചിലാണ് എന്ത് ഈ ഒരു ആംപ്ലിഫയർ, ഈ ഒരു RC കപ്പിൾ ആംപ്ലിഫയർ ഈ ഒരു റീജിയനിലാണ് മിഡ് ഫ്രീക്വൻസി റേഞ്ചിലാണ് എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലോവർ ഫ്രീക്വൻസി F1ഉം അപ്പർ ഫ്രീക്വൻസി F2. അപ്പോൾ ഇതിനെ പറയുന്നതാണ് F1 പറയുന്നതാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി F2 പറയുന്നത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ആംപ്ലിഫയറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത് ബാൻഡ് വിഡ്ത്ത് ഫോർ ദി RC കപ്പിൾ ആംപ്ലിഫയർ വരുന്നത് F2 - F1 ആണ്. F2 - F1 ഇതാണ് ഹയർ ഫ്രീക്വൻസി, ഇത് ലോവർ ഫ്രീക്വൻസി. അപ്പോൾ ഹയർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി ആണ് എന്ത് ബാൻഡ് വിഡ്ത്ത്. ഇതാണ് ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ബാൻഡ് വിഡ്ത്ത് ഫോർ ദി RC കപ്പിൾ ആംപ്ലിഫയർ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ഷുഡ് ബി ഹൈ ഫോർ ദി ഗുഡ് ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാൻഡ് വിഡ്ത്ത് ഷുഡ് ബി ഹൈ ആയിരിക്കണം ഫോർ ദി ഗുഡ് ആംപ്ലിഫയർ. അപ്പോൾ ഇത്രയുമാണ് ഒരു RC കപ്പിൾ ആംപ്ലിഫയറിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് 3 റീജിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മിഡ് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ എന്തുകൊണ്ട് ഈ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്കിനി ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മാക്സിമം ഗെയിൻ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മാക്സിമം ഗെയിൻ പിന്നെ എടുക്കണം എ മാക്സിമം. ഓക്കെ, എ മാക്സിമം ആണെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത് കുറച്ചുകൂടെ ചെറുതായിട്ടായിരിക്കും. ഞാനതൊന്ന് ജസ്റ്റ് റീഡ്രോ ചെയ്യാം ആ ഒരു ഫിഗർ. ഞാൻ ഒരു സെയിം ഫിഗർ ഞാൻ റീഡ്രോ ചെയ്താണ്. അപ്പം ആക്ച്വലി പ്രാക്ടിക്കലി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഗെയിൻ വരുന്നത് ഫ്രീക്വൻസി എ മാക്സിമം വരുന്ന മിഡ് ഫ്രീക്വൻസി റേഞ്ചാണ്. പിന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത് എ മാക്സിമത്തിൽ എ മാക്സിമം ബൈ √2. ഓക്കെ, എ മാക്സിമം ബൈ √2 എന്നുള്ളൊരു വാല്യൂലാണ് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിൻറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ F1 F2 കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഗെയിൻ പോയിൻറ്റ് വരുന്നത് എ മാക്സിമം ഡിവൈഡ് ബൈ √2 എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ dBയിലാണെങ്കിൽ 3 dB ലെസ്. ഓക്കെ, മാക്സിമത്തിൻ്റെ 3 dB ഇതാണ് 3 dB ലെസ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത്. അപ്പം മാഗ്നിറ്റ്യൂഡ് റിയൽ വാല്യൂയിലാണെങ്കിൽ എ മാക്സിമം ഡിവൈഡ് ബൈ √2. ഇനി dBയിലാണെങ്കിൽ 3 dB ലെസ്. ഓക്കെ, 3 dB ലെസ് ആയിട്ടുള്ളത്. അപ്പം ഇതൊരു മാക്സിമം ഇതാണെങ്കിൽ അതിനേക്കാൾ ഒരു 3 dB ലെസ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 7 dB ആണെന്ന് വിചാരിക്കും. ഓക്കെ, മാക്സിമം ഗെയിൻ 7 dB ആണെങ്കിൽ അതേ -3 എടുക്കുമ്പോൾ എന്തൊരു 4 dB വരും. അപ്പം 4 dBയിലെ പോയിൻ്റ് ആയിരിക്കും എന്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, അപ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി എപ്പോഴും ഒരു 3 dB ലെസ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിൻ്റ് വരുന്നത്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഹാഫ് പവർ പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് നെയിംസാണ് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിൻറ്റ്സിനുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഒന്നെങ്കിൽ എ മാക്സിമം ബൈ √2 പോയിൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ 3 dB ലെസ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഹാഫ് പവർ ആയിട്ടുള്ളൊരു പോയിൻറ്റ്. അതാണ് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ആ ടേംസ് പഠിച്ചു വെക്കുക ഫോർ ദി കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് റീജിയനിലെ ഫസ്റ്റ് റീജിയനാണ് മിഡ് ഫ്രീക്വൻസി റീജിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിഡ് ഫ്രീക്വൻസി റീജിയൻ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മിഡ് ഫ്രീക്വൻസി റേഞ്ചാണ് ഇത് മോസ്റ്റ് ഫേവറബിൾ ഫോർ ദ ആംപ്ലിഫയർ ആക്ഷൻ. ഓക്കെ, അപ്പം മോസ്റ്റ് ഫേവറബിൾ റീജിയൻ വരുന്നത് മിഡ് ഫ്രീക്വൻസി റേഞ്ചാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു കപ്പാസിറ്റർ റിയാക്റ്റൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ XC = 1/2π FC ആണ്. ഓക്കെ, ഇനി മിഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തുവാ, ഇപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പോൺസ് കർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് ഇതാണ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഓക്കെ, ഇതാണ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരിക. ഓക്കെ, അപ്പം എപ്പോഴാണോ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത് കപ്പാസിറ്റർ റിയാക്റ്റൻസ് എന്തോ കപ്പാസിറ്റർ റിയാക്റ്റൻസ് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി ഇൻക്രീസ് ആകുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റർ റിയാക്റ്റൻസ് എന്താ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം കപ്പാസിറ്റർ റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ എന്താവും അത് പതിയെ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ആവും. ഓക്കെ, അപ്പം നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ഈ മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ എപ്പോഴാണ് നമ്മളൊരു AC ഒരു സിഗ്നൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് എന്തായി ഫ്രീക്വൻസി ഇൻക്രീസ് ആയി വരുമ്പോഴത്തേക്കും ഈ ഒരു കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററും ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഈ ഒരു AC സിഗ്നലിന് ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഈ ഒരു കപ്പാസിറ്ററിന് ക്രോസ് ഉണ്ടാകത്തില്ല. കാരണം ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഇൻപുട്ട് AC സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു ആ ഒരു ഫുൾ സിഗ്നലും ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ പ്രൊഡ്യൂസ് ആവുന്നു. അതുപോലെ തന്നെ
ഈ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ആവുന്ന ഔട്ട്പുട്ടും ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ആവുന്ന സിഗ്നലും ഈ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അവിടെയും വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആ ആംപ്ലിഫൈഡ് സിഗ്നൽ ആ ഒരു സെയിം എമൗണ്ട് തന്നെ ഔട്ട്പുട്ടിലും പ്രൊഡ്യൂസ് ആവും വിത്തൗട്ട് എനി വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, സോ ഇൻ മിഡ് ഫ്രീക്വൻസി റേഞ്ച് ദ ഗെയിൻ ഈസ് മാക്സിമം ആൻഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ, കാരണം ഈ ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ മാക്സിമം ആൻഡ് കോൺസ്റ്റൻറ്റ് ആകാൻ കാരണം ഈ ഒരു എന്തുവാ, as frequency increases the capacitor reactance decreases. When capacitor reactance is very low, the capacitor acts as short circuit. That is, all the capacitor acts as a short circuit and there will be no potential drop across the capacitor and the entire input signal reaches the transistor and the amplified signal produced at the output. Okay, അപ്പം കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴാണോ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഫുൾ സിഗ്നലും ട്രാൻസിസ്റ്ററിൽ അപ്ലൈഡ് ആവുന്നു. അതുപോലെ തന്നെ ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിട്ട് ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ആവുന്നു വിത്തൗട്ട് എനി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഒരു ഓവറോൾ ഗെയിൻ ഇൻക്രീസ് ആയിട്ടും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കാനുള്ള റീസൺ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന റീജിയൻ, ഓക്കെ, സെക്കൻഡ് റീജിയനാണ് ലോ ഫ്രീക്വൻസി റീജിയൻ. ഓക്കെ, അറ്റ് ലോ ഫ്രീക്വൻസീസ്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഇതാണ് ലോ ഫ്രീക്വൻസി റീജിയൻ. ഓക്കെ, ലോ ഫ്രീക്വൻസി റീജിയനിൽ എന്ത് പറ്റുന്നു, വോൾട്ടേജ് ഗെയിൻ എന്തായി റെഡ്യൂസ് ചെയ്യുന്നു. ഇൻ ദ ലോ ഫ്രീക്വൻസി റീജിയൻ ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഈസ് ഡിക്രീസസ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയാൻ കാര്യം ഫ്രീക്വൻസി എന്തുവാ, ഫ്രീക്വൻസി ലോ ആണ്. ഓക്കെ, ഫ്രീക്വൻസി ഡിക്രീസ് ആകുമ്പോൾ എന്ത് പറ്റും, എക്സസി എന്തോ, എക്സസി അല്ല കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ് എന്ത് വരും, 1/2πfc എന്താവും. ഫ്രീക്വൻസി റെഡ്യൂസ് ആകുമ്പോൾ ഇത് ഫ്രീക്വൻസി റെഡ്യൂസ് ആയി, ഫ്രീക്വൻസി റെഡ്യൂസ് ആകുമ്പോൾ കപ്പാസിറ്റർ റിയാക്റ്റൻസ് ഇൻക്രീസ് ആവും. അപ്പോൾ ആ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. അറ്റ് ലോ ഫ്രീക്വൻസി റേഞ്ച് frequency decreases, capacitor reactance increases. So the capacitor acts as open circuit. അപ്പോൾ എന്ത് പറ്റും, only very small amount of input signal will be available at the transistor input. അപ്പോൾ നമ്മളിവിടെ എ സി സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുമ്പം, ഒരു എ സി സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുമ്പം ലോ ഫ്രീക്വൻസിയിലാവുമ്പം ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം ലോ ഫ്രീക്വൻസി റീജിയനാണ്. ഓക്കെ, ലോ ഫ്രീക്വൻസി ഓപ്പറേഷൻ സമയത്ത് ആ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ അപ്പ് ചെയ്യുന്ന എ സി സിഗ്നലിൽ ഇവിടെ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. കാരണം ഓപ്പൺ സർക്യൂട്ടാണ്. വളരെ ഒരു സ്മോൾ എമൗണ്ട് ആയിട്ടുള്ളൊരു ഇൻപുട്ട് എ സി സിഗ്നൽ മാത്രമേ ഉള്ളൂ ഈ ട്രാൻസിസ്റ്റർ ഇൻപുട്ടിൽ അവൈലബിൾ ആവത്തുള്ളൂ. ഓക്കെ, so when the capacitor acts as open circuit, only very small amount of input signal will be available at the transistor input. പിന്നെ അതുപോലെ തന്നെ ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, കപ്ലിംഗ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റേജ്, ഒരു 2 സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്ലിംഗ് കപ്പാസിറ്ററാണ് നെക്സ്റ്റ് ഒരു സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കപ്ലിംഗ് കപ്പാസിറ്ററും ലോ ഫ്രീക്വൻസിയിൽ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അത് പ്രോപ്പറായിട്ട് കപ്പിൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രോപ്പറായിട്ട് അതിന് കപ്പിൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓൾസോ ദ കപ്ലിംഗ് ടു ദ നെക്സ്റ്റ് ഓൾസോ ഡിക്രീസസ്. ഓക്കെ, എന്നുവെച്ചാൽ ഔട്ട്പുട്ട് സിഗ്നൽ വിൽ ബി അവൈലബിൾ ദ ട്രാൻസിസ്റ്റർ ഓഫ് ദ ഇൻപുട്ട്, ഓൾസോ കപ്ലിംഗ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓൾസോ ഡിക്രീസസ്. അപ്പം ആ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ടിലെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിന് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഇൻപുട്ടിലോട്ട് കപ്പിൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതൊരു ഓപ്പൺ സർക്യൂട്ട് ആക്റ്റീവ്, അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈ കപ്പാസിറ്ററിന് അക്രോസ് ഡ്രോപ്പ് ആവും. അപ്പം വളരെ ഒരു എമൗണ്ട് കുറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും അവൈലബിൾ ആവുന്നത് ഫോർ ദ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ എന്ത് കിട്ടും, ഓവറോൾ ഗെയിൻ റെഡ്യൂസ് ആവും. അപ്പോൾ ഈ 2 റീസൺസ് ആണ് അറ്റ് ലോ ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, അറ്റ് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് സിഗ്നൽ ഒരു ഓൾമോസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ആവും. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ഡ്രോപ്പ് ആവുന്നതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് സിഗ്നൽ വളരെ കുറവായിരിക്കും. പിന്നെ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു മൾട്ടി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റേജിലോട്ട് ഈ സിഗ്നൽ കപ്പിൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ ഒരു സ്മോൾ എമൗണ്ട് തന്നെയായിരിക്കും നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യുന്നത്. കാരണം അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 റീസൺസ് കൊണ്ടാണ് എന്ത് പറ്റുന്നത്, ഈ ഒരു അറ്റ് ലോ ഫ്രീക്വൻസി ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, എമിറ്റർ കപ്പാസിറ്റർ. ഓക്കെ, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പം ഈ ലോ ഫ്രീക്വൻസിയിൽ എന്തായിട്ട് ആക്ട് ചെയ്യും, ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പം ഈ ലോ ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് എന്തൊക്കെ വരുന്നത്, എമിറ്റർ കണ്ടെന്നാൽ AC പ്ലസ് DC ആണ്. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ACക്ക് ഈ ഒരു പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തോ അതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ AC എന്ത് ചെയ്യും, ACയും DCയും ഈ RE അക്രോസിന് ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പം AC പ്ലസ് DC ഈ ഒരു REന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, AC സിഗ്നൽ അല്ലെങ്കിൽ AC കറണ്ട് ഈ RE അക്രോസ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ റെഡ്യൂസ് ആവും. ഓക്കെ,
അപ്പം ഈ ഒരു എമിറ്റർ കപ്പാസിറ്റർ അല്ലെങ്കിൽ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആവുന്ന അറ്റ് ലോ ഫ്രീക്വൻസി. അപ്പോൾ അതുകൊണ്ട് എ സി സിഗ്നലിന് ബൈപ്പാസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എ സി സിഗ്നലും ഡി സി സിഗ്നലും എന്തായി RE ക്രോസിന് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ എ സി സിഗ്നലിൻ്റെ ഡ്രോപ്പ് എന്ത് ചെയ്യും, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. അപ്പം അതും ഒരു റീസണാണ്. ഓക്കെ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. സി കനോട്ട് ഷണ്ട് ദ എമിറ്റർ റെസിസ്റ്റൻസ് RE എഫക്റ്റീവ്ലി ബിക്കോസ് ഇറ്റ്സ് ലാർജ് റിയാക്റ്റൻസ് അറ്റ് ലോ ഫ്രീക്വൻസി. അപ്പോൾ അതുകൊണ്ട് എ സി ഡ്രോപ്പ് അക്രോസ് RE എന്ത് ചെയ്യും, അതിൻ്റെ ഓവറോൾ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അറ്റ് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഓവറോൾ ഗെയിൻ ഫോർ ദ ആംപ്ലിഫയർ എന്ത് റെഡ്യൂസസ് ആവുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് റീജിയൻ വരുന്നതാണ് ഹൈ ഫ്രീക്വൻസി റീജിയൻ. അപ്പോൾ ഹൈ ഫ്രീക്വൻസി റീജിയനിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഹൈ ഫ്രീക്വൻസി റീജിയനിലും ഗെയിൻ എന്തായി റെഡ്യൂസ് ആവുന്നു. അപ്പോൾ അതിൻ്റെ റെഡ്യൂസ് ആവാനുള്ള കാരണം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസി നമ്മളോട് പറഞ്ഞു ഫ്രീക്വൻസി ഇൻക്രീസ് ആകുമ്പോൾ വരും, ഫ്രീക്വൻസി ഇൻക്രീസ് ആകുമ്പോൾ കപ്പാസിറ്റർ റിയാക്റ്റൻസ് ഡിക്രീസ് ആവും, അല്ലെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസി ദ കപ്പാസിറ്റർ ഹാവ് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ് ബട്ട് ദർ ഈസ് സം അതർ ഫാക്ടേഴ്സ് കമ്മിങ് ടു പ്ലേ നൗ. ഓക്കെ, പക്ഷേ അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ കുറച്ച് അതേഴ്സ് ഫാക്ടേഴ്സും കൂടെ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദർ ആർ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ പിന്നെ ഒരു ട്രാൻസിസ്റ്റർ എടുക്കുകയാണ്. ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിസിക്കലി പ്രസൻ്റ് അല്ല. ഓക്കെ, ഫിസിക്കലി ഈ കപ്പാസിറ്റൻസ് പ്രസൻ്റ് അല്ല, പക്ഷേ അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഈ ഒരു കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ദിസ് ഈസ് capacitance between base and collector CBC. This is the capacitor inter-electrode capacitor between base and emitter CBE. ഇനി കളക്ടറിന് എമിറ്ററിന് അക്രോസ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ, കളക്ടർ ആൻഡ് എമിറ്റർ. അപ്പോൾ ഇതാണ് ഒരു ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് പറയുന്നത്. ഓക്കെ, ഇനി അറ്റ് ഹൈ ഫ്രീക്വൻസി അപ്പം ദീസ് കപ്പാസിറ്റേഴ്സ് ആർ നോട്ട് പ്രസൻറ്റ് ഫിസിക്കലി ഓൺ ദ ഡിവൈസ്. ഓക്കെ, ബട്ട് ഇൻഹെറൻ്റ്ലി പ്രസൻറ്റ്, ഫിസിക്കലി പ്രസൻ്റ് അല്ല പക്ഷേ ഇൻഹെറൻ്റ്ലിയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ദേ കം ടു പ്ലേ ഓൺലി അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. ഓക്കെ, അപ്പോൾ ദീസ് ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് വരുന്നത് കമ്മിങ് ഇൻ ടു പ്ലേ തന്നെ ഓൺലി അറ്റ് ഹൈ ഫ്രീക്വൻസീസിലാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് വരും, അത് ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് കമ്മിങ് ഇൻ ടു പ്ലേ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ആയതുകൊണ്ട് അറ്റ് ഹൈ ഫ്രീക്വൻസീസിൽ ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഇത് കളക്ടറാണെന്ന് നമ്മുടെ ഔട്ട്പുട്ട്, ബേസ് എന്താണ് ഇൻപുട്ട്. ഓക്കെ, ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ഔട്ട്പുട്ട് ടു ഇൻപുട്ട് എന്തായാലും ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, ഫ്രം ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉണ്ടാകുന്നു അറ്റ് ഹൈ ഫ്രീക്വൻസി. കാരണം അറ്റ് ഹൈ ഫ്രീക്വൻസീസിൽ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എഫക്റ്റ് വരുന്നു. ആ കപ്പാസിറ്റൻസ് അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും, ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഇൻപുട്ട് ഫീഡ്ബാക്ക് പാത്ത് അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് എന്താണ്, ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഇൻപുട്ടിലോട്ട് അത് ഫീഡ്ബാക്ക് ചെയ്യും. അതാണ് ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഔട്ട്പുട്ട് എന്തോ, എഫക്റ്റീവ് ഔട്ട്പുട്ട് എന്ത് വരും, എഫക്റ്റീവ് ഔട്ട്പുട്ട് വിൽ ഡിക്രീസ്. കാരണം എന്താ, അവിടെ ഫീഡ്ബാക്ക് ചെയ്യുന്നു, ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഇൻപുട്ടിലോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ട് എന്താവും, എഫക്റ്റീവ് ഔട്ട്പുട്ട് അവിടെ ഡിക്രീസ് ആവും. അപ്പോൾ എന്ത് പറ്റും, അവിടെ എന്താ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നു, വോൾട്ടേജ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദേ ബിഹേവ്സ് ആസ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ദീസ് ഇൻ്റർ ഇലക്ട്രോഡ് behaves as short circuit and there will be a feedback path from output to input, hence the output voltage get reduced and gain reduces. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ആവുന്നതുകൊണ്ട് ഔട്ട്പുട്ട് ഗെയിൻ റെഡ്യൂസസ് ആവുന്നു. അതാണ് ഒരു റീസൺ വരുന്നത്. ഇനി അടുത്ത റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നെക്സ്റ്റ് വരുന്ന ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് വരുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ വയറിംഗ് കപ്പാസിറ്റൻസ്. വയറിംഗ് കപ്പാസിറ്റൻസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം സെക്കൻഡ് റീസൺ അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത് വയറിംഗ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ വയറിംഗ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് ഹൈ ഫ്രീക്വൻസീസിൽ, ഓക്കെ, അറ്റ് ഹൈ ഫ്രീക്വൻസീസിൽ ഇവിടെ നമുക്ക് രണ്ട് വയേഴ്സ് ഉള്ളു. ഓക്കെ, ഈ രണ്ട് വയേഴ്സിനെ അക്രോസ് നമുക്കൊരു കപ്പാസിറ്റേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം രണ്ട് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ എന്താണെന്ന് അറിയാം. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടറും അതിനിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക്. ഓക്കെ, ഇതാണ് ഡൈഇലക്ട്രിക് വരുന്നത്. ഓക്കെ, ഒരു ഡൈഇലക്ട്രിക്കും രണ്ട് കണ്ടക്റ്റീവ് മെറ്റീരിയലും എന്തായിട്ട് ആക്ട് ചെയ്യും, അതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഒരു കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അറ്റ് ഹൈ ഫ്രീക്വൻസീസിൽ ഫിസിക്കലി പ്രസൻ്റ് അല്ല, അറ്റ് ഹൈ ഫ്രീക്വൻസീസിൽ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ വയർ രണ്ട് കണ്ടക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഇതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള എയർ ദാറ്റ് വിൽ ആക്ട് ആസ് എ ഡൈഇലക്ട്രിക്. അപ്പോൾ ഒരു കപ്പാസിറ്റർ അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം ദർ വിൽ ബി എ വയറിംഗ് കപ്പാസിറ്റൻസ് between the two wires.
ഓക്കെ. അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ അവിടെ ഒരു വയറിംഗ് കപ്പാസിറ്റൻസ് ഇല്ല ഓൾറെഡി, പക്ഷേ 2 വയേഴ്സ് ഉള്ളത് കൊണ്ട് പിന്നെ എയർ ഡൈലക്ട്രിക് ആയതുകൊണ്ട് ആ ഒരു ഹൈ ഫ്രീക്വൻസീസിൽ മാത്രം അവിടെ ഒരു വയറിംഗ് കപ്പാസിറ്റൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ബിക്കോസ് 2 വയറും പിന്നെ ഡൈലക്ട്രിക് ആയതുകൊണ്ട് അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ഒരു വയറിംഗ് കപ്പാസിറ്റൻസ് വരും. അത് ഞാൻ ഡിനോട്ട് ചെയ്യണോ CW1. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ അതുപോലെ തന്നെ 2 കണ്ടക്ടേഴ്സിനിടക്ക് ഒരു വയറിംഗ് കപ്പാസിറ്റേഴ്സ് വരുന്നു, CW2. ഞാൻ വയറിംഗ് കപ്പാസിറ്റൻസ് CW1 CW2 ഒന്നും ഡിനോട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്ത് പറ്റുന്നു? അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദെയർ വിൽ ബി കപ്പാസിറ്റൻസ്, വയറിംഗ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ 2 വയേഴ്സ് ആസ് ഡൈലക്ട്രിക്. ഓക്കെ. ഇനി they are not physically present. Okay, they are not physically present, but at a high frequency they comes to play. Okay, അപ്പം they comes to play at high frequencies and act as short circuit. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ എന്തായിട്ടായിട്ട്, ഹൈ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് പറയുന്നുണ്ട്, കപ്പാസിറ്റർ എന്തായിട്ടായിട്ട് ഷോർട്ട് സർക്യൂട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ഈ വയറിംഗ് കപ്പാസിറ്റർ എന്തോ ഷോർട്ട് സർക്യൂട്ടോ, ഇതും ഷോർട്ട് സർക്യൂട്ടോ, ഇതും ഷോർട്ട് സർക്യൂട്ടോ. അപ്പോൾ എന്ത് പറ്റും? ഇൻപുട്ട് മാക്സിമം ഈ ഷോർട്ട് സർക്യൂട്ട് കൂടെ ഫ്ലോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും ഔട്ട്പുട്ട് എങ്ങനെ ഈ ലോഡ് റെസിസ്റ്റൻസിലോട്ട് പോകാതെ അത് ഈ ഒരു കപ്പാസിറ്റർ വഴി അല്ലെങ്കിൽ ഈ ഒരു വയറിംഗ് കപ്പാസിറ്റർ വഴി ഷോർട്ട് സർക്യൂട്ട് ആവുന്നു ടു ദ ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു? എഫക്റ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ആവുന്നു. അങ്ങനെ നമ്മുടെ എഫക്റ്റീവ് ഗെയിൻ എന്താവുന്നു? റെഡ്യൂസ് ആവുന്നു. അപ്പോൾ അതാണ് ഒരു വയറിംഗ് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ ദർ വിൽ ബി എ വയറിംഗ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ വയേഴ്സ് ആൻഡ് ദാറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് ഇൻപുട്ട് പ്രസൻറ്റ് ആയിട്ട് ട്രാൻസിസ്റ്റർ റെഡ്യൂസ് ആവുന്നു. കാരണം ഒരു വയറിംഗ് കപ്പാസിറ്റൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ AC സിഗ്നലും വയറിംഗ് കപ്പാസിറ്ററിലും കൂടെ ഷോർട്ട് സർക്യൂട്ട് ആയി പോകുന്നു. ബാക്കി ഒരു ചെറിയൊരു എമൗണ്ട് മാത്രം അവൈലബിൾ ആവുന്നു അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ ഒരു വയറിംഗ് കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് അത് അറ്റ് ഹൈ ഫ്രീക്വൻസി ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതും അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ആ ഒരു കപ്പാസിറ്ററിൽ കൂടെ ഷോർട്ട് സർക്യൂട്ടഡ് ആവും. ഓക്കെ, ടു ദ ഗ്രൗണ്ട്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താവും? ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായി? എഫക്റ്റീവ് ഗെയിൻ വിൽ റെഡ്യൂസ്. അപ്പോൾ അതും ഒരു റീസണാണ് ഫോർ ദി റിഡക്ഷൻ ഓഫ് ഗെയിൻ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. സോ നമുക്ക് പറയാൻ പറ്റും, they are not, the wiring capacitors, they are not physically present, but at a high frequency they comes to play and act as the short circuit. Okay, hence the output current flows through the CW2 path. Okay, the output current flows through the CW2 path and the output get reduced. Okay, output get reduced, thereby the gain reduces at the high frequency. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ എന്താവുന്നു? ഗെയിൻ റെഡ്യൂസസ് ആവുന്നു. ഓക്കെ, ഗെയിൻ എന്ന് വെച്ചാൽ ബീറ്റ റെഡ്യൂസ് ആവുന്നു. ഓക്കെ, ബീറ്റ ഓഫ് ദ ട്രാൻസിസ്റ്റർ റെഡ്യൂസസ്, അല്ലെങ്കിൽ ഓവറോൾ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ റെഡ്യൂസസ്. അപ്പോൾ കറണ്ട് ഗെയിൻ ബീറ്റ ഓൾസോ ഡിക്രീസസ് അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. കാരണം ഈ വയറിംഗ് കപ്പാസിറ്റൻസും പിന്നെ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആകുമ്പോൾ ഒരു ഫീഡ്ബാക്ക് പാത്ത് വരുന്നു. അങ്ങനെ ഔട്ട്പുട്ട് റെഡ്യൂസ് ആവുന്നു, ഗെയിൻ റെഡ്യൂസ് ആവുന്നു. അപ്പോൾ ഈ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസും വയറിംഗ് കപ്പാസിറ്റൻസും മൂലമാണ് അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ എന്താവുന്നു? ഗെയിൻ റെഡ്യൂസസ് ആണ്. അപ്പോൾ ഈ ഇത്രയും ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ എമിറ്റർ അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻസാണ് നമ്മളിപ്പോൾ ക്ലാരിഫൈ ചെയ്തത്. കാരണം ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കമ്പണൻസ്, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് ദ RC കപ്പിൾഡ് ആംപ്ലിഫയർ, പിന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഷുഡ് ബി ഹൈ ഫോർ ദ ഗുഡ് ആംപ്ലിഫയർ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസീസ്, അതിൻ്റെ പോയിൻറ്റ്സിന് പറയുന്ന 3 നെയിംസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചസ് 3 റീജിയൻസാണുള്ളത്. ആ 3 റീജിയൻസിലും എന്തുകൊണ്ടാണ് ഗെയിൻ കോൺസ്റ്റൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും ഗെയിൻ റെഡ്യൂസസ് ആവുന്നത്, അതിൻ്റെ റീസൺസ്. അപ്പോൾ അതെല്ലാം നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് അത് ബാക്കി എന്ത് കോമ്പറ്റേറ്റീവ് എക്സാംസിലാണെങ്കിലും RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇനി നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസസ് ഉള്ളതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതൊക്കെ മുന്നേ നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദി RC കപ്പിൾഡ് ആംപ്ലിഫയർ നോക്കാം. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it has a great frequency response. The gain is uniform over the audio frequency range, which is important for the speech and music etc. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ മീഡിയം ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ കോൺസ്റ്റൻറ്റ് മാക്സിമം ആയിരിക്കും. ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് ഒരു ആംപ്ലിഫയറിൻ്റെ ആ ഗെയിൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും നമുക്ക് നോക്കേണ്ടതില്ല. നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ കമ്പണൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അല്ല ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചാണ്. ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്താണ് ഒരു ഗുഡ് ആംപ്ലിഫയർ ആയിട്ട് അത് ആക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് റെസ്പോൺസ് കർവ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഹാവ് ഗ്രേറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയാം. It employs only resistors and capacitors which are cheap, hence it has low cost. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന കമ്പണൻസ് ഒന്ന് ട്രാൻസിസ്റ്റർ, പിന്നെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും മാത്രം, വേറെ ഒരു കമ്പണൻസും ഇല്ല. ഇതെല്ലാം എന്തുവാ വളരെ ചീപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓവറോൾ കോസ്റ്റ് എന്തായിരിക്കും? വളരെ ലോ ആയിരിക്കും.
അതുപോലെ തന്നെ the circuit is very compact due to small size and the light weight of resistors and capacitors. അപ്പം ഈ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും മാത്രം ആയതുകൊണ്ടാണ് എന്തോ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും. നമ്മൾ വേറെ ഇൻഡക്ടേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇൻഡക്ടേഴ്സൊക്കെ ആകുമ്പോൾ ബൾക്കി ആവും. ഓക്കെ, ഇപ്പോൾ കപ്പാസിറ്റേഴ്സും റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതൊരു സ്മോൾ സൈസ് ആയി, അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് ഫോർ ദ RC coupled amplifiers. ഇനി നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ഈസ് RC coupling is used for dash amplification. വോൾട്ടേജ്, കറണ്ട്, പവർ, ഡി നൺ ഓഫ് ദി. അപ്പം ആൻസർ വരുന്നത് എന്താ? വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ബെസ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ഓഫ് ഡാഷ് കപ്ലിംഗ്. ഓക്കെ, അപ്പം ഏത് കപ്ലിങ്ങിലാണ് ബെസ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്? ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യനും പിന്നെ ഈ അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഈസ് യൂസ്ഡ് ഓഫ് ഡാഷ് ആംപ്ലിഫിക്കേഷൻ, ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ആ ഒരു കപ്ലിംഗ്. ഓക്കെ, ഏത് കപ്ലിങ്ങിന് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പം നോക്കുക ബെസ്റ്റ് ഫ്രീക്വൻസി. ഓക്കെ, ബെസ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ബെസ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസിന് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. അതുപോലെ തന്നെ പവർ ആംപ്ലിഫിക്കേഷന് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. അപ്പോൾ RC കപ്ലിംഗ്, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, ബെസ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസിന് ഡയറക്റ്റ് കപ്ലിംഗ്, അതുപോലെ തന്നെ പവർ ആംപ്ലിഫിക്കേഷന് ട്രാൻസ്ഫോമർ കപ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മിക്ക എക്സാംസിനും പ്രീവിയസ് നിങ്ങൾ നോക്കിയാൽ മതി, പല ക്വസ്റ്റ്യൻസിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ്, അതുപോലെ തന്നെ പവർ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, ഏത് കപ്ലിങ്സ് ആണ് യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എ 3 stages ഓഫ് ആംപ്ലിഫയർ ഹാവ് ഇൻഡിവിജ്വൽ സ്റ്റേജ് ഗെയിൻ ഓഫ് 10 dB, 5 dB ആൻഡ് 12 dB, ദെൻ ദ ടോട്ടൽ ഗെയിൻ ഇൻ dB. അപ്പോൾ നമുക്ക് 3 stages ആണുള്ളത്. ഓക്കെ, 3 stages ഉള്ളത് 1, 2, 3. ടോട്ടൽ 3 stages ഓഫ് ആംപ്ലിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ആംപ്ലിഫയർ, സെക്കൻഡ് ആംപ്ലിഫയർ, 3 ആംപ്ലിഫയർ. ടോട്ടൽ 3 stages ഓഫ് ആംപ്ലിഫയർ ഉള്ളത്. ഫസ്റ്റിൻ്റെ ഗെയിൻ എത്രയാണ്? 10 dB. സെക്കൻഡിൻ്റെ ഗെയിൻ വരുന്നത് 5 dB. തേർഡിൻ്റെ ഗെയിൻ വരുന്നത് 12 dB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഗെയിൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം റിയൽ വാല്യൂ ആണ്, ഇപ്പോൾ dB വാല്യൂ ആണ്. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ റിയൽ വാല്യൂ ആണ് തന്നിരുന്നെങ്കിൽ, എക്സാമ്പിൾ റിയൽ വാല്യൂ ഞാൻ എടുക്കണം ഒരു 5, 3, 2, അങ്ങനെ ജസ്റ്റ് റിയൽ വാല്യൂ ആണ് തന്നിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഓവറോൾ ഗെയിൻ എന്ത് വരും? ഓവറോൾ ഗെയിൻ ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ഗെയിനിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരും. 5 × 3 × 2 30 എന്ന് വന്നതിനാണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? DBയിലാണ്. DBയിലാകുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ സമ്മേഷൻ ആവും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു റിയൽ വാല്യൂനെ DBയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ DB എടുക്കുകയാണ്. DB എന്ന് വെച്ചാൽ എന്താ? 20 log A. 20 log A എടുക്കാത്ത എന്ത് പറ്റും? 20 log of 5 × 3 × 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ എടുത്താണ്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിതിനെടുക്കുകയാണ് A1, A2, A3. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഗെയിൻ A1, A2, A3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എന്ത് എഴുതാം? 20 log A1 × A2 × A3 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് എഴുതാം? ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയാം. ലോഗ് A × B × C എന്ന് പറഞ്ഞാൽ log A + log B + log C ആണ്. അപ്പോൾ അതുപോലെ ഇതെന്ത് വരും? 20 log A1 + 20 log A2 + 20 log A3 എന്ന് വരും. 20 log A1 എന്ന് പറഞ്ഞാൽ എന്തുവാ? A1 in dB വരും. A1 in dB പ്ലസ് 20 log A2 എന്ന് പറഞ്ഞാൽ A2 in dB വരും. പ്ലസ് 20 log A3 എന്ന് പറഞ്ഞാൽ A3 തന്നെ in dB വരും. അപ്പം നമുക്ക് എന്തായി? ഓവറോൾ ഗെയിന് dB കിട്ടി. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഇത്രയും കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ DB വാല്യൂസ് എന്നാൽ നേരെ ഡയറക്റ്റ് സം എടുക്കുക. ഓക്കെ, ഞാൻ റിയൽ വാല്യൂസ് ആണ് തരുന്നെങ്കിൽ, ഓക്കെ, റിയൽ വാല്യൂസ് ആണ് തരുന്നെങ്കിൽ അതെന്ത് ചെയ്യണം? ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അപ്പോൾ ഓവറോൾ ഗെയിൻ കിട്ടും. പക്ഷേ DB വാല്യൂസ് ആണെങ്കിൽ ജസ്റ്റ് സമ്മേഷൻ എടുക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻ DB എന്ത് വരും? 10 dB + 5 dB + 12 dB is equal to 10 + 5 15, 15 + 12 27 dB എന്നാണ്. അപ്പോൾ ആൻസർ എത്ര വരും? ആൻസർ ഓപ്ഷൻ ഡി 27 dB. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലോവർ ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് ആർ ഓൾസോ കോൾഡ് ഡാഷ് ഫ്രീക്വൻസീസ്. ഓക്കെ, അപ്പം നമ്മളിത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓപ്ഷൻ എ സൈഡ് ബാൻഡ് അല്ല, ഓപ്ഷൻ ബി റെസൊണൻറ്റ്, ഓപ്ഷൻ സി ഹാഫ് റെസൊണൻറ്റ്, ഓപ്ഷൻ ഡി ഹാഫ് പവർ. ഓക്കെ, അപ്പോൾ ഹാഫ് പവർ പോയിൻ്റ് എന്ന് പറയാം എന്തിനാ? അപ്പർ ആൻഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ 3 dB ലെസ് ആയിട്ടുള്ളൊരു പോയിൻ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഗെയിൻ്റെ √2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ dB because dash.
അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഗെയിനൊക്കെ dB യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ സിമ്പിൾ യൂണിറ്റ്, ഓപ്ഷൻ ബി calculations become easy, ഓപ്ഷൻ സി ഹ്യൂമൻ ഇയർ റെസ്പോൺസ് ഈസ് ലോഗരിതമിക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഹ്യൂമൻ ഇയർ റെസ്പോൺസ് ഈസ് ലോഗരിതമിക് ആണ്. അപ്പോൾ അത് ലോഗരിതമിക് യൂണിറ്റ് നമ്മുടെ ഹ്യൂമൻ ഇയർ റെസ്പോൺസ് ഈസ് ലോഗരിതമിക് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൗണ്ട് വേവിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ലോഗരിതമിക് വാല്യൂ ആണ് നമ്മൾ ഹിയർ ചെയ്യുന്നത്. കാരണം വളരെ ലാർജ് വാല്യൂ ആണ് നമ്മുടെ ഒരു കേൾവി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇയർ റെസ്പോണ്ട് ചെയ്യുന്നത്, വളരെ ഒരു ലാർജ് വാല്യൂ ഓഫ് ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഇതിന് ഒരു dB അല്ലെങ്കിൽ ഒരു ലോഗരിതമിക് എക്സ്പ്രഷനിലാണ് നമ്മൾ ആ ഒരു അതിൻ്റെ ക്വാണ്ടിറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹ്യൂമൻ ഇയർ റെസ്പോൺസ് ഈസ് ലോഗരിതമിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് dB യൂണിറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, dB എന്തുവാണ്? dB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dB എന്ന് വെച്ചാൽ 20 log എന്നുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. 20 log ഓഫ് എ. ഇപ്പോൾ ഒരു ഗെയിൻ തരുവാണ്, അല്ലെങ്കിൽ ഗെയിൻ എന്ന് വെച്ചാൽ എ, ഗെയിൻ ഇസിക്കൽ 20 ആണെന്നുണ്ടെങ്കിൽ അതിനെ dBയിലോട്ട് ആക്കാനായിട്ട് എന്ത് ചെയ്യും? dBയിലോട്ടാക്കാൻ 20 log എ എടുക്കും. ഓക്കെ, 20 log എയുടെ വാല്യൂ എത്ര? 20. അപ്പോൾ 20 log 20 എന്ന് എടുക്കും. അപ്പോൾ അതാണ് dBയിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ എടുക്കുന്നത്. 20 log എന്നുള്ള ഒരു ലോഗരിതമിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ dBയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഹ്യൂമൻ ഇയർ റെസ്പോൺസ് ടു ദ ലോഗരിതമിക് ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ഡാഷ് ദാറ്റ് ഓഫ് ദി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിലും സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറും കമ്പയർ ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സിംഗിൾ സ്റ്റേജ്. ഓക്കെ, സിംഗിൾ സ്റ്റേജിൻ്റെ ഗെയിൻ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്, ഗെയിൻ 5. ഓക്കെ, സിംഗിൾ സ്റ്റേജിൻ്റെ ഒരു ഗെയിൻ 5 എന്ന് എടുക്കുകയാണ്. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഞാൻ എടുക്കുകയാണ് ഈക്വൽ ടു ഒരു 10 എന്നെടുത്ത്. ഓക്കെ, അപ്പം നമുക്കറിയാം എപ്പോഴും ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് എന്ത് വരും? ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 5 × 10 വരും. 5 × 10 ഈസ് ഈക്വൽ ടു 50 എന്ന് വരും. ഇനി ഞാൻ കൺസിഡർ ചെയ്യണം മൾട്ടി സ്റ്റേജ്. ഓക്കെ, മൾട്ടി സ്റ്റേജ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ മൾട്ടി സ്റ്റേജിന് ഞാൻ ഇപ്പോൾ ഒരു 3 സ്റ്റേജസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, 3 സ്റ്റേജസ് ആണെന്ന് കൺസിഡർ ചെയ്യുന്ന അസ്യൂം ചെയ്യുക. ഫസ്റ്റിൻ്റെ ഗെയിൻ 2, സെക്കൻഡിൻ്റെ ഗെയിൻ 2, തേർഡിൻ്റെ ഗെയിൻ 5 ആണ് നോക്കുക. അപ്പോൾ ഓവറോൾ ഗെയിൻ എന്ത് വരും? ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ 2 × 2 × 5 is equal to 4 × 5 20 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു ഗെയിൻ പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു ഗെയിൻ പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം അതിൻ്റെ ഗെയിൻ 50 ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഗെയിൻ പ്രോഡക്റ്റ് 50 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ മൾട്ടി സ്റ്റേജിലോട്ട് വരുമ്പോഴും ആ ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റിന് 50 തന്നെ ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ഗെയിൻ എത്ര വന്നു? ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ത് വരും? ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 50/20 ആവും. 50/20 ഇസ് ഈക്വൽ ടു 2.5 എന്നാവും. ഓക്കെ, അപ്പം നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന ബാൻഡ് വിഡ്ത്ത് എത്രയായിരുന്നു? 10 ആയിരുന്നു. ഓക്കെ, ഇപ്പം മൾട്ടി സ്റ്റേജ് ആയപ്പോഴത്തേക്കും ബാൻഡ് വിഡ്ത്ത് എത്രയായി? 2.5. കാരണം ബാൻഡ് വിഡ്ത്ത് ഗെയിൻ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം മൾട്ടി സ്റ്റേജിൽ ഗെയിൻ റെഡ്യൂസ് ആകുമ്പം ബാൻഡ് വിഡ്ത്ത് എന്താവും? മൾട്ടി സ്റ്റേജിൽ ഗെയിൻ ഇൻക്രീസ് ആകുമ്പോൾ. ഓക്കെ, മൾട്ടി സ്റ്റേജിൽ നമുക്കറിയാം ഗെയിൻ ഇൻക്രീസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട് അറിയാം ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ആയാൽ മാത്രമേ ഉള്ളൂ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, മോർ ദാൻ ദാറ്റ് ഓഫ് ദി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മൾട്ടി സ്റ്റേജ് ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടും എന്നുള്ളത് ചിന്തിക്കരുത്. ഈ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് എന്നുള്ള ടൈം അത് കോൺസ്റ്റൻ്റ് എന്നുള്ളൊരു ടൈം ഓർത്തോണം. മൾട്ടി സ്റ്റേജിൽ ഗെയിൻ ഗെയിൻ കൂടുമ്പോൾ ബാൻഡ് വിഡ്ത്ത് അപ്പോൾ റെഡ്യൂസ് ആവുന്നു. അപ്പോൾ മൾട്ടി സ്റ്റേജിൽ കുറവായിരിക്കും, സിംഗിൾ സ്റ്റേജിൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അത് ആ ഒരു പോയിൻ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നോയ്സ് ഫാക്ടർ ഓഫ് എൻ ഐഡിയൽ ആംപ്ലിഫയർ എക്സ്പ്രസ്ഡ് ഇൻ dB ഈസ് ആൻസർ വരുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോയ്സ് ഫാക്ടർ എപ്പോഴും ഫോർ ദ ആംപ്ലിഫയർ എന്താ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയൽ ആംപ്ലിഫയർ എന്തായിരിക്കും? 0 dB ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എ റേഡിയോ റിസീവർ ഹാസ് ഡാഷ് ഓഫ് ആംപ്ലിഫിക്കേഷൻ. ഒരു റേഡിയോ റിസീവറിന് ഒരു നോർമൽ ഒരു റേഡിയോ റിസീവറിന് എത്ര സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ആണ്? 1, 2, 3 മോർ ദാൻ 1 സ്റ്റേജസ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മോർ ദാൻ 1 സ്റ്റേജസ്. അത് എത്രയോ ആവാം? 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, എത്ര സ്റ്റേജസ് വേണമെങ്കിലും. എപ്പോഴും മൾട്ടി സ്റ്റേജ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാരണം നമുക്കൊരു പ്രോപ്പർ ആംപ്ലിഫയർ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും മോർ ദാൻ 1 സ്റ്റേജസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയേഴ്സിൻ്റെ സെക്ഷൻസ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യുന്നതാണ്, കമൻ്റായിട്ട് ഇടാവുന്നതാണ്.
പിന്നെ നമ്മുടെ ക്ലാസ്സസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.